മാസത്തെ ലീസ്റ്റ് ഒരുപാടുണ്ടല്ലോ മക്കളെ. ഇതെല്ലാം എങ്ങനെയാണ് മേടിച്ചെടുക്കുക? ഹലോ സാറേ. ആ ആ ഞാൻ രാവിലെ ഇറങ്ങി. ഈ മാസത്തെ എങ്ങനെ എല്ലാവരും എങ്ങനെ മേടിച്ചെടുക്കാം? ആ ആയിക്കോട്ടെ വൈകുന്നേരം ഓഫീസിലെത്തിയിട്ട് സാറെ വിളിക്കാം. ആ ശരി. ആ ഞാൻ നമ്മളെ പ്രജീഷിൻ്റെ ആ വീടിൻ്റെ അടുത്തെത്തി. ആ ശരി. ഇത് തന്നെയല്ലോ വിളി പ്രജീഷിൻ്റെ വീട്. ഹലോ ഇവിടെ ആരുമില്ലേ? ഹലോ ആരാ? ഇത് നമ്മളെ പ്രജീഷിന്റെ വീടല്ലേ? ആ പ്രജീഷിന്റെ വീടാ മോനെ. നിങ്ങൾ തമാശ കളിക്കുന്നത്? ഇത് നിങ്ങളെ മോനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര കാലം അവനെ വിളിച്ചോണ്ടിരിക്കുന്നത്? മര്യാദ ഫോൺ എടുക്കാൻ പറ. അത് മോനെ ഞാൻ പറയാ. എന്ത് പറയാന്ന്? വണ്ടിക്ക് ലോൺ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയാ പോരാ. മാസം അതിന്റെ ലോൺ അടക്കണം. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാനായിട്ട്. വണ്ടി എടുത്തങ്ങ് പോകും, പിന്നെ മാസം ലോൺ അടക്കൂല, ഒന്നുമില്ല. വിളിച്ചാവിട്ട് ഫോണും എടുക്കൂല. അപ്പുറത്തല്ല ആൾക്കാരുണ്ട്, ഓല് കേൾക്കുന്നുണ്ട് മോനെ. ഇനിയൊന്ന് മെല്ലെ പറ. ഇനി എന്നെ നാണം കെടുത്തല്ലേ? എനിക്കുമില്ല ഒരു അമ്മ മോനെ. എന്ത്? എങ്ങനെ? ഇപ്പൊ ഞാൻ പറയുന്ന കുറ്റോ? നിങ്ങളെ മോൻ പൈസ ഇല്ലാണ്ട് വണ്ടി എടുത്തിട്ട് ലോൺ അടക്കാണ്ട് ചേച്ചി ഞാൻ വന്ന് പറയുന്ന ഇപ്പൊ ഞാൻ കുറ്റക്കാരൻ? അങ്ങോട്ട് നിങ്ങളുടെ കേൾക്കുന്ന നിങ്ങൾക്ക് നാണക്കേടില്ലേ? പൈസ ഇല്ലേ വണ്ടി എടുക്കാൻ നിൽക്കരുത്. എന്തിനാ ആരാനെ കാണിക്കാനായിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്നത്? 1 2 അല്ല 3 അടവാ തെറ്റിച്ചേ. പിന്നെ ഞാൻ എന്താക്കിയാ വീട്ടിൽ വരാണ്ട്? ഒരു മിനിറ്റ് മോനെ, ഞാൻ ഇപ്പം വരാം. കണ്ടാ പറയണ്ട പോലെ പറഞ്ഞു നോക്കാൻ പൈസ വരുന്ന വരുത്തണ്ട. ഇന്ന മോനെ ഓന്റെ വണ്ടീന്റെ താക്കോല്. എനിക്കെന്തിനാ താക്കോല്? താക്കോൽ എനിക്ക് വേണ്ട, എനിക്ക് പൈസയാ വേണ്ടേ. ഓനില്ലാണ്ട് എനക്കെന്തിനാ മോനെ ഈ വണ്ടീന്റെ താക്കോല്? ഇന്ന അല്ല ഞാളെ പറ്റിച്ച പോലെ നിങ്ങളെ പറ്റിച്ചോൻ പോയാ? അതെ, പറ്റിച്ചു പോയി. ഓൻ എന്നെ പറ്റിച്ചു പോയി. എനക്കുള്ള ഗുളിക മരുന്ന് വാങ്ങുവാൻ പോയതേനോയെ. പിന്നെ ഇവിടെ വരുന്ന ഒരു ആംബുലൻസാ. ഇന്ന് ഈ വീട്ടിൽ ഞാനും ഈ വണ്ടിയും മാത്രം തനിച്ചായി. ഏതോ ഒരു ബസ് ഡ്രൈവർ അശ്രദ്ധ. ഇതിങ്ങനെ മുറ്റത്ത് കിടക്കുമ്പോ എന്റെ മോന്റെ മുഖം എനക്ക് ഓർമ്മ വരുന്നേ. എനിക്കിതൊരു തലവേദനയാണെങ്കിൽ മോനിത് കൊണ്ടുപോയിക്കാം.